ഞാൻ 8-ലോ 9-ലായിട്ട് പഠിച്ച സമയത്താണ്ടോ സ്കൂളിൽ കൂട്ടുകാരി ഇതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഭൂരിയും കടലക്കറിയും കൊണ്ടുവന്നിട്ടോ. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, എന്റെ വീട്ടിൽ അങ്ങനെ ഭൂരി വെക്കാറില്ലല്ലോ എന്ന്. ചപ്പാത്തിയും ഉപ്പുമാവും ദോശയും ഇഡ്ഡലിയൊക്കെ വരാറുണ്ടെന്നുണ്ടെങ്കിൽ ഭൂരി അങ്ങനെ വരാറില്ലല്ലോ എന്ന്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നാളെ ഭൂരിയും കടലക്കറിയും വേണമെന്ന്. നമുക്കെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. രാവിലെ ഇതുപോലെ ക്ലാസ്സിൽ പോകാൻ നേരത്തെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഭൂരിക്ക് പകരം എനിക്ക് ചപ്പാത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് എണ്ണയിൽ മുങ്ങി വരുന്നതല്ലേ, അത്ര തന്നെ നല്ലതല്ലാന്ന്. കാര്യം കുട്ടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അന്ന് തൊട്ട് എനിക്ക് ഭൂരിയോട് ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. ആളെ എണ്ണയിൽ മുങ്ങി പൊരിഞ്ഞിങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം, ഇനി എണ്ണയുടെ ഒരു ചുവ എനിക്ക് തോന്നുന്നതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഭൂരി അങ്ങനെ പൊതുവേ ഒരു ഇഷ്ടമുള്ള ഒരാളല്ല. ചപ്പാത്തിക്കാണെങ്കിൽ എനിക്ക് ഓക്കെ. പിന്നെ രണ്ടും കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടും പരത്തിയെടുക്കാനുള്ളതാണ്. രണ്ടും എനിക്കിങ്ങനെ ചപ്പാത്തിക്കോലും കൊണ്ട് പരത്തിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യലാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നാറുള്ളത്. ഞാൻ മിക്കപ്പോഴും ആദ്യം കറികളാണ് കേട്ടോ ചെയ്യാറുള്ളത്, അതിനുശേഷമേ ഞാൻ കടികൾ ചെയ്യാറുള്ളൂ. അപ്പം എൻ്റെതാ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആളെന്നോട് പറഞ്ഞു, ഞാൻ കുറേയായി ഭൂരി കഴിച്ചിട്ട്, നീ എനിക്ക് അങ്ങനെ ഭൂരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഇപ്രാവശ്യം ഭൂരിയിൽ കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഭൂരി ചെയ്യാൻ അത്ര വലിയ ഇഷ്ടം കാണിക്കുന്ന ഒരാളല്ല. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാല്ലേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. എനിക്ക് പ്രസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ടോ. ആദ്യത്തിലൊക്കെ ചപ്പാത്തി പരത്തുമ്പോൾ ഇന്ത്യൻ ഭൂപടം പോലെയൊക്കെ ആവുമായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഒരുവിധം കറക്റ്റ് ഷേപ്പിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി പൊരിച്ചു കോരാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.